ബച്ചോ ആദാബ്. എഡ്യൂപോർട്ടിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് +1 എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്തുമസ് എക്സാമിന് ചോദിക്കുന്ന ഉറുദുവിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ കളിയല്ല. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്ന എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് എഴുതാനുള്ള ചില ടെക്നിക്സുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നോക്കിക്കോ, പെഹ്ലാ സവാൽ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഉറുദു ക്ലബ് के तहत आपके स्कूल में गांधी जयंती का जश्न मनाने का फैसला किया है. ഉറുദു ക്ലബിന്റെ കീഴിലായിക്കൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ഇസ്കാ ഇഅ്ലാൻ കർത്തേ ഹുയേ ഏക് നോട്ടീസ് തയ്യാർ കീജിയേ. അത് വിളംബരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. പല ആളുകളും വരുത്തുന്ന ഒരു ഫാൾട്ട് എന്താണെന്നറിയോ? നോട്ടീസ് ചോദിക്കുമ്പോൾ പോസ്റ്റർ തയ്യാറാക്കി വെക്കും. വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടാകും. പക്ഷേ ആദ്യം നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നോട്ടീസ് വേറെയാണ്, പോസ്റ്റർ വേറെയാണ്. നോട്ടീസും പോസ്റ്ററും തമ്മിൽ നല്ല ഡിഫറൻ്റ് ഉണ്ട്. പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്, എന്നാൽ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അത്ര തന്നെ സിമ്പിൾ അല്ല. പോസ്റ്റർ തയ്യാറാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്നും ഹെഡിങ് വലുതാക്കി എഴുതുക, സമയം സ്ഥലം എഴുതുക, ഉദ്ഘാടകനെ എഴുതുക, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതി വെച്ചാൽ അത് പോസ്റ്ററായി. എന്നാൽ നോട്ടീസ് അങ്ങനെയല്ല. കൃത്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വിവരണ രൂപത്തിൽ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മളോട് +1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അധികവും കാണാറുള്ളത് നോട്ടീസാണ് ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഇങ്ങനെയായിരിക്കണം എഴുതേണ്ടത്. നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ അഭിസംബോധനം ചെയ്യണം, ആളുകളെ വിളിക്കണം. എങ്ങനെ വിളിക്കാം? മുഅസ്സിസ് ത്വലബ. ഇവിടെ ഇങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. മുഅസ്സിസ് ത്വലബ, ബഹുമാനപ്പെട്ട ത്വലബ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ എന്ത് ചെയ്താം? മുഅസ്സിസ് ഭായിയോ ബഹനോ, അങ്ങനെയൊക്കെ എഴുതാം. സഹോദരി സഹോദരന്മാരെ, അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? അഭിസംബോധനം ചെയ്യാം. എന്നിട്ട് പറയാണ് ഹമാരെ സ്കൂൾ കെ ഉറുദു ക്ലബ് കെ തഹത്ത്, നമ്മുടെ സ്കൂളിലെ ഉറുദു ക്ലബ് കെ മാത്തഹത്ത്, ഉറുദു ക്ലബിൻ്റെ കീഴിൽ എന്ത് നടക്കുന്നുണ്ട്? തീയതി എഴുതണം. ഇനി നമ്മൾ എന്നാണ് നടക്കുന്നത് എന്നാണ് എഴുതുന്നത്. ഇവിടെ തീയതി കൊടുത്തത് നോക്ക്, 12 ഒക്ടോബർ, അങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തു. എന്നിട്ട് പറയാണ് ഗാന്ധി ജയന്തി കാ ജശ്ൻ മനാനെ കാ ഫൈസല കിയാ ഗയാ ഹെ. ഗാന്ധി ജയന്തി ജശ്നൻ മനാനെ, അത് ആ ആഘോഷം എന്ത് ചെയ്യാണ്? മനാനെ കാ ഫൈസല, ആഘോഷിക്കാനുള്ള ഫൈസല, തീരുമാനം എന്ത് ചെയ്തിട്ടുണ്ട്? കിയാ ഗയാ ഹെ, എടുത്തിട്ടുണ്ട്. ടീക്ക് എന്താണ്? 9 ബജെ, കൃത്യം 9 മണിക്ക് എന്ത് ചെയ്യും? സ്കൂൾ ഓഡിറ്റോറിയം പെർ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്. സ്ഥലവും പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു? ആദ്യം നമ്മൾ അഭിസംബോധനം ചെയ്തു, സമയം പറഞ്ഞു അല്ലെ, സ്ഥലം പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയം പെർ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ജഷൻ കാ ഇഫ്തിതാഹ് കിയാ ജായേഗ, പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടും, പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യപ്പെടും. ഇനിയോ ഹമാരെ പഞ്ചായത്ത് കെ മുജാഹിദെ ആസാദി, നമ്മുടെ പഞ്ചായത്തിലെ സ്വതന്ത്ര സമര സേനാനിയായിട്ടുള്ള ജനാബ് സുലൈമാൻ സാഹിബ് പ്രോഗ്രാമിൽ ഷെരീക്ക് ഹോഗെ. ജനാബ് സുലൈമാൻ സാഹിബ് എന്തു ചെയ്യും? പ്രോഗ്രാമിൽ ഷെരീക്ക് പങ്കെടുക്കും. ഇനി നമ്മൾ എഴുതുകയാണ് ഗാന്ധിജി കി ജിന്ദഗി പർ ഏക് ഡ്രാമ ബി പേഷ് കിയാ ജായേഗ. ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡ്രാമയും അവതരിപ്പിക്കപ്പെടും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഉദ്ഘാടകനെ എഴുതില്ലേ, അതിൽ പങ്കെടുക്കുന്ന ആളെ എഴുതി, ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടക്കും എന്ന് എഴുതി, സമയം എഴുതി, ഒക്കെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവരെ വെൽക്കം ചെയ്യണം. എന്താണ് പരിപാടി എന്നുള്ളത് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പരിപാടിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇത് വായിക്കുന്ന ആൾക്ക് കിട്ടി. വായിക്കുന്ന ആൾക്ക് മനസ്സിലായി സ്കൂളിൽ വെച്ച് ഗാന്ധി ജയന്തി നടക്കുന്നുണ്ട് എന്നും അത് 2 മണിക്ക് എന്ത് നടക്കും?
12 ഒക്ടോബറിനാണ് നടക്കുന്നത് എന്നും 9 മണിക്കാണ് നടക്കുന്നത് എന്നും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് എന്നും അവർക്ക് മനസ്സിലായി. അതിൽ പങ്കെടുക്കുന്നത് മുജാഹിദെ ആസാദി ആയിട്ടുള്ള സുലൈമാൻ സാഹിബാണ് എന്നും മനസ്സിലായി. ഇനി നമ്മൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യൽ എങ്ങനെയാണ്? സാരേ തൊലബാസെ, മുഴുവൻ വിദ്യാർത്ഥികളെയും, സാരേ തൊലബാസെ, മുഴുവൻ വിദ്യാർത്ഥികളെയും ഗുസാരിഷ് കി ജാത്തി ഹെ, മുഴുവൻ വിദ്യാർത്ഥികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഗുസാരിഷ് കി ജാത്തി ഹെ, സാരേ തൊലബാസെ ഗുസാരിഷ് കി ജാത്തി ഹെ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിദ്യാർത്ഥികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കെ ജഷൻ മേ ഷിർക്കത്തിലെ, എന്താണ് അഭ്യർത്ഥിക്കുന്നത്? ജഷൻ മേ, ഈ ആഘോഷത്തിൽ, ഷിർക്കത്തിലെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഴുവൻ വിദ്യാർത്ഥികളെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അഭ്യർത്ഥിക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ശുക്രിയ, നന്ദി സെക്രട്ടറി. ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതിനാണ് എന്തു പറയാ? നോട്ടീസ് എന്ന് പറയാം. അപ്പൊ നോട്ടീസ് എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. വൃത്തിയോട് കൂടിയിട്ടൊരു ബോർഡർ വരക്കണം. പിന്നീട് ശ്രദ്ധിക്കണം, അഭിസംബോധനം ചെയ്യണം. അഭിസംബോധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പരിപാടിയുടെ ഘടന നിങ്ങൾ എഴുതി വെക്കണം. അവസാനമായിട്ട് സ്വാഗതം ചെയ്യണം. അടിയിൽ, ഏറ്റവും അടിയിൽ സെക്രട്ടറി ശുക്രിയ എന്ന് നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അധികവും ഗാന്ധി ജയന്തിയെക്കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ, വെറുതെ ആവൂല. അഗലാ സവാൽ, അടുത്ത ചോദ്യം. എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ചോദ്യം, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പല ചോദ്യ പേപ്പേഴ്സിലും പല രീതിയിലാണ് ചോദിക്കാറുള്ളത്. എന്നാൽ ഉത്തരം ഇത് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താണ് ചോദിക്കുക? നിങ്ങളുടെ സ്കൂളിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറയും. ഇന്ന ആഘോഷം നടക്കുകയാണ്. ആ ആഘോഷത്തിന്റെ വേളയിൽ ലൈബ്രറി ഉദ്ഘാടന ദിവസം ഒരു കഥാകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരനെ നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാകും എന്നാണ് ചോദിക്കുന്നത്. അതായത് സവാലാത്ത് നാമ അഥവാ ചോദ്യാവലി തയ്യാറാക്കുക. ആരോട് ചോദിക്കാനുള്ള? വിശിഷ്ട വ്യക്തികളോട് അല്ലെങ്കിൽ പ്രസിദ്ധരായ പ്രശസ്തരായ വ്യക്തികളോട് ചോദിക്കാൻ പറ്റുന്ന, ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഏതാളുകളോടും ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ തരുന്നത്. ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെച്ചോ. ആരായൊന്നും നോക്കണ്ട, ആരാണെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പറ്റും. എന്താ ചോദിക്കുക? ആപ്കി ഇസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ. നമ്മൾ എല്ലാവരോടും ചോദിക്കും, ആപ്കി ഇസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ. നിങ്ങളുടെ ഈ ഉയർന്ന വിജയത്തിന്റെ, ഈ ഇസ് അസീം കാമിയാബി, ഈ വിജയത്തിന്റെ റാസ് ക്യാ ഹെ, രഹസ്യം എന്താകുന്നു? എല്ലാവരോടും ചോദിക്കാം. ആപ്കി ഇസ് അസീം കാമിയാബി കാ റാസ് ക്യാ ഹെ, നിങ്ങളുടെ ഈ വിജയത്തിന്റെ രഹസ്യം എന്താകുന്നു? അഗലാ സവാൽ, അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം. ഹം ബച്ചോं के लिए क्या नसीहत देना चाहते हैं. നിങ്ങൾ ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട്, ഹം ബച്ചോं के लिए, ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ക്യാ നസീഹത്ത് ദേനാ ചാഹത്തെ ഹെ, എന്ത് ഉപദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ഏത് വിജയിച്ചയാളോടും നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഹം ബച്ചോं के लिए ക്യാ നസീഹത്ത് ദേനാ ചാഹത്തെ ഹെ, ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് ചോദിക്കാം. അതും എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിക്കോ. ആപ്കാ അഗലാ മഖ്സദ് ക്യാ ഹെ, നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വിജയിച്ച ആളോട് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്? ആപ്കാ അഗലാ മഖ്സദ് ക്യാ ഹെ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി ചോദിക്കാം, ആപ്കാ ഉസ്താദ് കോൻ ഹെ, നിങ്ങളുടെ അധ്യാപകൻ ആരാകുന്നു? ആപ്കാ ഉസ്താദ് കോൻ ഹെ, ആപ്കാ ബച്പൻ കേസാ ഥാ, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് സവാലാത്ത് നാമയിൽ ഉൾപ്പെടുത്താവുന്ന ചോദ്യങ്ങളാണ്. പഠിച്ചു വെച്ചോ, എഴുതിക്കോ. അടുത്ത ചോദ്യം നോക്കൂ. അഗലാ സവാൽ എല്ലാ ചോദ്യ പേപ്പറിലും കാണാറില്ല, എന്നാലും മിക്ക ചോദ്യ പേപ്പറിലും വരാറുണ്ട്. അഖ്ബാരി റിപ്പോർട്ട്, പത്രക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നേരത്തെ വന്നു. എന്താ വന്നത്? ഗാന്ധി ജയന്തിയെ കുറിച്ച് ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കാനാണ് വന്നത് അല്ലേ? പത്ര റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നു. അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഖ്ബാരി റിപ്പോർട്ട്. നേരത്തെ വന്നത് നോട്ടീസാണ്. നോട്ടീസ് അല്ലേ? നോട്ടീസ് തയ്യാറാക്കുന്നത് പോലെ തന്നെ നമ്മൾ തയ്യാറാക്കേണ്ട ഒരു സാധനമാണ് അഖ്ബാരി റിപ്പോർട്ട്,
പത്രക്കുറിപ്പ്. ചോദ്യം വായിക്കൂ. ഗാന്ധി ജയന്തി കെ മൗका पर आपके स्कूल में मुख्तलिफ प्रोग्राम मुनअकिद किया जाते हैं. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തുകയാണ്. അഖ്ബാർ മേ ഷായി കർനെ കെ ലിയെ ഉസ്കി ഏക് അഖ്ബാരി റിപ്പോർട്ട് തയ്യാർ കീജിയെ. ഈ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. പത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് വേണം. ഹെഡിങ് എങ്ങനെ കൊടുക്കാം? GHSS ഹൈദരാബാദ് മേം ഗാന്ധി ജയന്തി കാ ജഷൻ. സ്കൂൾ നിങ്ങളുടെ പേരാക്കണം. എന്താ അവിടെ എഴുതിയത്? GHSS ഹൈദരാബാദിൽ ഗാന്ധി ജയന്തി ആഘോഷം. ഇത് സ്കൂളിൻ്റെ പേര് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാക്കിയിട്ട് മാറ്റുക. പിന്നീട് നമ്മൾ സ്ഥലം കൊടുക്കുന്നു, ഹൈദരാബാദ്. ഇവിടെ നിങ്ങളുടെ സ്ഥലമായിരിക്കണം കൊടുക്കേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ ജില്ലയുടെ പേര് എഴുതി കൊടുക്കുക. എന്നിട്ട് എഴുതുന്നു GHSS ഹൈദരാബാദ് മേം. സ്കൂളിന്റെ പേര് മാറ്റി കൊടുക്കുക. ഇസ് സാൽ 2 ഒക്ടോബർ, ഈ മാസം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി കാ ജഷൻ വസീ തൗർ പർ മനായാ ഗയാ. എന്ത് ചെയ്യുന്നു? ഈ മാസം 2 ഗാന്ധി ജയന്തി ആഘോഷം വളരെ വിശാലമായ നിലയിൽ എന്ത് ചെയ്തു? നടത്തി. स्कूल के बच्चों ने तरह के प्रोग्राम में मुनअकिद किए हैं. കുട്ടികൾ സ്കൂൾ കെ ബച്ചോനെ, സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്തു? ത്വരഹ് കെ പ്രോഗ്രാം, വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്തു? മുൻഅക്കിദ് കിയേ ഹെ, സംഘടിപ്പിച്ചു. ഇസ് സാൽ കെ പ്രോഗ്രാമോ കെ ഇഫ്തിതാഹ്, ഈ വർഷത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സുബ്ഹ് 8 ബജെ, രാവിലെ 8 മണിക്ക് സ്കൂളിലെ പ്രിൻസിപ്പാൾ ജനാബ് സയ്യിദ് സുലൈമാൻ സാഹിബിനെ കിയ, ജനാബ് സുലൈമാൻ സാഹിബ് എന്ത് ചെയ്തു? നിർവഹിച്ചു. ബാദ് മേം ഷാം തക്ക്, ശേഷം വൈകുന്നേരം വരെ തൊലബാനെ, കുട്ടികൾ എന്ത് ചെയ്തു? അലഗ് പ്രോഗ്രാമിൽ പേഷ് കിയെ, വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു. ഇത്രയേ ആവശ്യമുള്ളൂ. കുറേ നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. എഴുതുന്നത് വളരെ വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു ബോർഡറൊക്കെ കൃത്യമായിട്ട് വരക്കുക, ഹെഡിങ് വളരെ ഭംഗിയായിട്ട് എഴുതുക, ശേഷം എന്ത് എഴുതുക? സ്ഥലം എഴുതുക. പിന്നീട് എന്ത് വേണം? ഡേറ്റ് വരണം. ഡേറ്റ് ഒന്നെങ്കിൽ ഉള്ളിൽ വരാം, അല്ലെങ്കിൽ ഈ ഹൈദരാബാദ് എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എഴുതണം GHSS ഹൈദരാബാദ് में इस साल 2 अक्टूबर पर गांधी जयंती का जश्न वसी तौर पर मनाया गया. അതുപോലെ എന്ത് ചെയ്യുക? അതിൻ്റെ എന്ത് ചെയ്തു? ഇഫ്തിതാഹിലെ ഉദ്ഘാടനം ആരാണ് ചെയ്തത് എന്നുള്ളത് വരണം. അതുപോലെ അതിൽ നടന്ന പരിപാടികളൊക്കെ എഴുതി കഴിഞ്ഞാൽ, ഇതുപോലെ 3-4 വരിയിൽ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അഗലാ സവാൽ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഖത്ത് ലിഖ്ന, കത്ത് എഴുതുക എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഖത്ത് ലിഖ്ന എന്നുള്ള ഈ ഒരു ചോദ്യം നോക്കിക്കോ. കത്ത് എഴുതുമ്പോൾ പലപ്പോഴും കത്ത് എഴുതാൻ എന്തായാലും വരും. കത്ത് എഴുതുന്നത് പല രീതിയിലാണ് വരാറുള്ളത്. ഒന്ന് വരാറുള്ളത്, നമ്മളോട് ചോദിക്കും ഗാന്ധിജിയുടെ പേരിൽ നിങ്ങളൊരു കത്ത് എഴുതൂ എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കും നിങ്ങളുടെ സുഹൃത്തിന്, അധികവും ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് എക്സാമിന് ഉയർന്ന മാർക്ക് നേടി, ആ സന്തോഷം നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കത്ത് എഴുതുക? അപ്പോൾ സുഹൃത്തിന് എഴുതുന്ന കത്ത്, നമുക്കറിയാം ഏത് കത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു കോളം വരക്കണം. എന്നിട്ട് നമ്മൾ വലതുഭാഗത്തായിട്ട് എന്ത് എഴുതണം? ജഗ ഓർ താരീഖ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ ആദ്യം കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാധനം ഇതാണ്, ജഗ ഓർ താരീഖ്. സ്ഥലവും സമയവും കൃത്യമായിട്ട് നമ്മൾ എഴുതണം. വലതുഭാഗത്ത് നമ്മൾ എഴുതുന്നു. കത്തിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. എങ്ങനെയാണ് എഴുതേണ്ടത്? ഇവിടെ എഴുതി കാലിക്കറ്റ്, അതുപോലെ നമ്മൾ ഡേറ്റും എഴുതില്ലേ, 2019 സെപ്റ്റംബർ 10. ഏത് ഡേറ്റും എഴുതാം. അവിടെ ഒരു ഡേറ്റും അതുപോലെ സ്ഥലവും വരണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ജഗ ഓർ താരീഖ്, സ്ഥലവും ഡേറ്റും വരണം. രണ്ടാമത്തത് അൽകാബ് ആദാബ്. നമ്മൾ ഡേറ്റും സ്ഥലവും എഴുതിയിട്ട് നേരെ കാര്യം പറയാണോ ചെയ്യുക? അല്ല, നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അഭിസംബോധനം ചെയ്യും. നമ്മൾ വിളിക്കും അല്ലേ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്തെ, നീ അറിയുവാൻ വേണ്ടി ഞാൻ എഴുതുന്നത് എന്നൊക്കെ പറയും. എങ്ങനെയാ എഴുതുക? പ്യാരെ ദോസ്ത് ഡാഷ്, അവിടെ നമ്മളെ കൂട്ടുകാരൻ്റെ പേര് എഴുതി കൊടുക്കണം, ആദാബ്.
നമസ്കാരം. ഇങ്ങനെയായിരിക്കണം നമ്മൾ അഭിസംബോധനം ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ എഴുതുന്നു പ്യാരെ ദോസ്ത് ഡാഷ്. അവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സുഹൃത്ത്, ഉദാഹരണത്തിന് അപ്പുവിനാണ് ഒരു ഉദാഹരണം. പ്യാരെ ദോസ്ത് അപ്പു ആദാബ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപ്പു ആദാബ്, നമസ്കാരം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അഭിസംബോധനം കഴിഞ്ഞാൽ അവിടെ നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കും അല്ലേ? അതൊക്കെ ഇതിൽ പെട്ടു. എങ്ങനെയാണ്? ആപ്പ് കേസേ ഹേ, നിനക്ക് എങ്ങനെയുണ്ട്? നമ്മൾ കാര്യത്തിലേക്ക് കടക്കോ? ഇല്ല, ആദ്യം നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കും? ആപ്പ് കേസേ ഹേ, നിനക്ക് എങ്ങനെയുണ്ട്? മേ യഹാ ബഹുത് ഖുഷ് ഹൂം, ഞാനിവിടെ വളരെ ഹാപ്പി ആകുന്നു, സന്തോഷവാനാകുന്നു. തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, നിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സുഖല്ലേടാ? തുമാരെ ഘർ വാലെ, നിന്റെ വീട്ടിലുള്ള ആളുകൾക്ക് ഖൈരിയത്ത് സേ ഹേ നാ, സുഖമല്ലേ? നമുക്ക് ചോദിക്കാം. തുമാരി ബഹുത് യാദ് ആയി, നിന്നെക്കുറിച്ച് വളരെ നല്ല ഓർമ്മകൾ എനിക്ക് വന്നു. തുമാരെ ബഹുത് യാദ് ആയി, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് വന്നു. ഇസ്ലിയെ ഖത്ത് ലിഖ്താ ഹൂം, അതുകൊണ്ടാണ് ഞാൻ കത്തെഴുതുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കത്തുകളിലും എഴുതാം ആപ്പ് കൈസേ ഹേ, മേ യഹാ ടീക്ക് ഹൂം, ആപ്കെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, അതൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തുമാരി ബഹുത് യാദ് ആയി ഇസ്ലിയെ മേ ഖത്ത് ലിഖ്താ ഹൂം. ഇത്രയും ഇതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളാണ്. ഏത് കത്തെഴുതാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കണം. ഇനി ഈ ഒഴിവിട്ട ഭാഗം കണ്ടോ? അവിടെ നിങ്ങൾ എഴുതുന്നത് എന്തിനാണോ കത്തെഴുതുന്നത് ആ കത്തിൻ്റെ വിഷയമായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഇനി എക്സാമിന് ഫസ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാം, മുജേ എന്ത് ചെയ്തു, ഇംതിഹാൻ മേ ഫസ്റ്റ് പ്രൈസ് മില, എനിക്ക് എന്ത് ചെയ്തു, എക്സാമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേ അഭി ബഹുത്ത് ഖുഷ് മേ ഹൂ, ഇപ്പം ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇസ്ലിയെ ആപ്കെ നാം പർ മേ ഖത്ത് ലിഖ്താ ഹൂം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൽ കത്ത് എഴുതുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇങ്ങനെ 1-2 പോയിന്റ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊടുത്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. എന്താണോ ആ വിഷയം എന്തിലുണ്ടാകും? നിങ്ങളുടെ ചോദ്യത്തിലുണ്ടാകും. എന്ത് കാര്യം പറഞ്ഞിട്ടാണ് എഴുതുന്നത് എന്നുള്ളത് ചോദ്യ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുക്കും. അതെടുത്തിട്ട് നിങ്ങൾ ഈ ഇടയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കത്ത് നിർത്തുകയാണ്, ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി അവസാനം കത്ത് നിർത്തുകയാണ്. എങ്ങനെ നിർത്താം? ആപ്പ് കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ മേ ജറൂർ ആവുക. ഇതാർക്കാണ് എഴുതുന്നത് നോക്കിയിട്ട് എഴുതണം. ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ, നിന്റെ കൂടെ അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു വിഷയം, മൗസു, ഈ വിഷയമാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. എന്ത് കാര്യമാണോ എഴുതുന്നത് അതാണ് ഈ സെൻറ്ററിൽ എഴുതുന്നത്. അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കൽ, ഖാത്തിമ, അതാണ് ഇവിടെ നടക്കുന്നത്. ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ മേ ജറൂർ ആവുക, നിന്റെ കൂടെ സന്തോഷം പങ്കിടാൻ ഞാൻ തീർച്ചയായിട്ടും വരും. ആപ്കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ, നിന്റെ കൂടെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി മേ ജറൂർ ആവുക, ഞാൻ തീർച്ചയായിട്ടും വരും. മേ തുമാരെ, എല്ലാ സ്ഥലത്തും നമ്മൾ എഴുതണം. കത്ത് എഴുതി കഴിഞ്ഞാൽ അവസാനം എഴുതാം, മേ തുമാരെ ജവാബി ഖത്ത് കാ ഇൻതിസാർ കർ റഹാ ഹൂ, ഞാൻ നിന്റെ മറുപടി കത്തിന് വേണ്ടിയിട്ട് ഇൻതിസാർ കർ റഹാ ഹൂ, കാത്തിരിക്കുകയാണ്. മേ തുമാര ജവാബി ഖത്ത് കെ ലിയെ, നിന്റെ ജവാബി കത്തിന് വേണ്ടിയിട്ട്, മറുപടി കത്തിന് വേണ്ടിയിട്ട് ഇൻതിസാർ കർ റഹാ ഹൂ, കാത്തിരിക്കുകയാണ്. ഫിർ മിലേംഗെ, വീണ്ടും കണ്ടുമുട്ടാം. ഫിർ മിലേംഗെ, വീണ്ടും കണ്ടുമുട്ടാം. അവസാനമായിട്ട് ഈ ഇടതു ഭാഗത്ത് നിങ്ങൾ എഴുതണം. ശ്രദ്ധിച്ചോ, ഇടതു ഭാഗത്താണ് എഴുതേണ്ടത്. ബഡേ പ്യാർ സേ, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, തുമാര ദോസ്ത്, നിന്റെ സുഹൃത്ത്. നമ്മളവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പിതാവിനാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആപ്ക ബേട്ട, നിങ്ങളുടെ മകൻ എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ആരാണോ എഴുതുന്നത് ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ കത്തിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പല ആളുകളും പ്രയാസമാണ് എന്ന് കരുതി ഒഴിച്ചു വിടുന്ന ഒരു ചോദ്യമാണ് കത്തെഴുതുക. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ച് എഴുതിയാൽ ഫുൾ മാർക്കും കത്തിൽ കിട്ടും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കത്ത് തയ്യാറാക്കുക എന്നുള്ളത്. ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സ്ഥലം, സമയം, അതുപോലെ അഭിസംബോധനം, വിഷയം എഴുതുക, അവസാനിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ വന്നാൽ
കത്തിൻ്റെ ഫോർമാറ്റായിട്ട് മാറി. 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. ഒന്ന്, നോട്ടീസ് തയ്യാറാക്കുക. എല്ലാം 5ഉം 6ഉം 7ഉം മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. എക്സാമിന് ഉപകാരപ്പെടും എന്നുള്ളതിൽ ലാശക്ക ഫീഹി, യാതൊരു സംശയവുമില്ല. ഒന്ന് നോട്ടീസാണ്. നോട്ടീസ് തയ്യാറാക്കുന്ന രീതി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. രണ്ടാമത്തത് സവാലാത്നാമ, ചോദ്യാവലി തയ്യാറാക്കുക. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ചോദ്യാവലി തയ്യാറാക്കേണ്ടത്. മൂന്നാമത്തത് അഖ്ബാരി റിപ്പോർട്ട് തയ്യാർ കർണ, പത്രക്കുറിപ്പ് തയ്യാറാക്കുക. അതും അതിൻ്റെ രീതിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തത് ഖത്ത് ലിഖ്ന, കത്ത് തയ്യാറാക്കുക. എങ്ങനെയാണ് കത്ത് തയ്യാറാക്കേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. കൃത്യമായിട്ട് എഴുതി തന്നെ ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് എക്സാമിന് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് പഠിക്കുക, കൃത്യമായിട്ട് എക്സാം ഹാളിൽ ചെല്ലുമ്പം ഇതിൻ്റെ ആൻസർ എഴുതുക. അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായി, എക്സാമിന് വരുന്ന മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഖുദാ ഹാഫീസ്, ശുക്രിയ.